ചക്ക നൽകും ആരോഗ്യം. ഗുണങ്ങൾ അറിയൂ. ഉഷ്ണമേഖലാ പഴങ്ങളാണ് ഏറ്റവും മികച്ചത്. എന്നാൽ അധികം ആളുകൾ ആസ്വദിക്കാത്ത ഒരു ഉഷ്ണമേഖലാ പഴമുണ്ട്, നമ്മുടെ സ്വന്തം ചക്കപ്പഴം. ഈ പഴം അത്ര ജനപ്രിയമായിരിക്കില്ല, പക്ഷേ പോഷകാഹാരവും കൃത്യമായ ഭക്ഷണക്രമവും ശ്രദ്ധിക്കുന്നവർ ഈ പഴം ഒരു മാന്ത്രിക വിഭവം പോലെയാണ് കാണുന്നത്. മധുരമുള്ള സ്വാദിഷ്ടമായ ഈ പഴത്തിന് പലതരം ആരോഗ്യ ഗുണങ്ങളുണ്ട്. മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ പോഷകങ്ങളാൽ സമ്പുഷ്ടവുമാണ് ഇത്. പോഷണമേകുന്ന ഈ പഴം പലതരത്തിൽ നമുക്ക് കഴിക്കാം. മാത്രമല്ല, ഇത് പലതരം വിഭവങ്ങളാക്കി പാകം ചെയ്യുകയും ആവാം. ഈ അത്ഭുതകരമായ ദക്ഷിണേന്ത്യൻ പഴം വളരെ വലിപ്പമുള്ളതും മാംസം പോലുള്ള ഘടനയുള്ളതുമാണ്. പല വിഭവങ്ങളിലും ഇറച്ചിക്ക് പകരം വയ്ക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഈ പഴത്തിൽ ആരോഗ്യകരമായ കാർബോഹൈഡ്രേറ്റുകൾ സമ്പുഷ്ടമായ അളവിലും കലോറി കുറഞ്ഞ അളവിലും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ പഴത്തോട് നിങ്ങൾക്ക് അലർജി ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും പ്രധാനമാണ്. അതിനാൽ നിങ്ങൾക്ക് ഇത് വലിയ അളവിൽ കഴിക്കുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധാലുവായി ഇരിക്കുക. ചക്കപ്പഴം നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യകരമാകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ ഉയർന്ന പോഷക ഘടകങ്ങളുണ്ടെന്നും ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണെന്നും നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനർത്ഥം ഇവ ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതാണ് എന്നാണ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ ചക്കപ്പഴം ഉൾപ്പെടുത്തുന്നതിന്റെ ചില ആരോഗ്യ ഗുണങ്ങൾ. ചക്കപ്പഴത്തിൽ ഉയർന്ന പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ധാതുവാണ്. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. അതിലൂടെ ഇവ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു. ഈ പഴത്തിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ഇവ നിങ്ങളെ സഹായിക്കും. കുറഞ്ഞ കലോറിയും കാർബോഹൈഡ്രേറ്റും ഉള്ളതിനാൽ ശരീരഭാരമോ കൊഴുപ്പോ വർദ്ധിപ്പിക്കാതെ തന്നെ ഇത് നിങ്ങളുടെ ശരീരത്തെ പോഷിപ്പിക്കും. കൂടാതെ നാരുകൾ നിങ്ങളുടെ വയർ നന്നായി നിറയ്ക്കുകയും ചെയ്യും. ഇത് ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തി കുറയ്ക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ വഴിവെക്കുകയും ചെയ്യും. നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഏറെ പ്രയോജനകരമാണ്. ചക്കപ്പഴത്തിൽ ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാൽ ശരീരത്തിന് വളരെ അത്യാവശ്യവുമാണ്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും രോഗങ്ങൾ, അണുബാധകൾ, വൈറസുകൾ എന്നിവയ്ക്കെതിരെ പോരാടാനും ശരീരത്തെ പ്രാപ്തമാക്കുന്നു. വിറ്റാമിൻ എ, സി എന്നിവയുടെ അളവ് കൂടുതലായതിനാൽ ചക്ക കഴിക്കുന്നത് നമ്മുടെ നേത്രാരോഗ്യത്തിനും ഗുണം ചെയ്യും. ഇതിന് നമ്മുടെ കാഴ്ച മെച്ചപ്പെടുത്താനും കാഴ്ച കുറയുന്നത് തടയിടുവാനും കണ്ണിന്റെ പ്രശ്നങ്ങൾ അകറ്റുവാനുമുള്ള കഴിവുണ്ട്. നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമാണ് ചക്കപ്പഴം. ഇത് മലബന്ധം അല്ലെങ്കിൽ വയർ വീർക്കുന്നത് പോലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ തടയുകയും നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും വയറ്റിലെ അൾസർ തടയാൻ സഹായിക്കുകയും ചെയ്യും. എല്ലുകൾക്കും പേശികൾക്കും ആവശ്യമായ മഗ്നീഷ്യം, കാൽഷ്യം തുടങ്ങിയ ധാതുക്കളുടെ സമ്പന്നമായ ഉറവിടമാണ് ചക്കപ്പഴം. ഭക്ഷണത്തിൽ ചക്കപ്പഴം ചേർക്കുന്നത് നിങ്ങളുടെ എല്ലുകളും പേശികളും ശക്തിപ്പെടുത്താനും ആരോഗ്യ പ്രശ്നങ്ങൾ തടയാനും ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിക്ഷയം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ ചക്കപ്പഴം സഹായിക്കും. പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതിനാൽ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് തടയാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ അതിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. ധാരാളം വിറ്റാമിനുകളും ഫൈബറും അടങ്ങിയതാണ് ചക്ക. പല ജീവിതശൈലി രോഗങ്ങളെയും തടയാൻ ചക്കയിലെ പോഷക ഗുണങ്ങൾക്ക് കഴിയും. ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായതിനാൽ ചക്കയ്ക്ക് വാർദ്ധക്യത്തെ തടഞ്ഞു നിർത്താനും കഴിയും. മാത്രമല്ല, കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്ന കാര്യത്തിലും ചക്ക ഏറെ മുന്നിലാണ്. വൻകുടൽ ക്യാൻസറിന് കാരണമാകുന്ന ചില ഘടകങ്ങളെ തുരത്താനും ചക്ക സഹായിക്കും. ചക്കയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മളിൽ ഉണരും. ചക്ക പ്രമേഹത്തെ നിയന്ത്രിക്കുമോ? ചക്കയുടെ അനന്തമായ ആരോഗ്യ ഗുണങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണിത്. ചക്ക പ്രമേഹം നിയന്ത്രിക്കും, എന്നാൽ പഴുത്ത ചക്കയല്ല, പച്ച ചക്കയാണ് ഇതിന് സഹായിക്കുന്നത് എന്ന് മാത്രം. പഴുത്ത ചക്കയിൽ പഞ്ചസാരയുടെ അളവ് അധികമാണ്. പച്ചച്ചക്ക വേവിച്ചോ അവിച്ചോ കറി വെച്ചോ കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ഏറെ ആരോഗ്യകരമായ ഭക്ഷണമാണ്. നമ്മുടെ ശരീരത്തിൽ LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും HDL കൊളസ്ട്രോൾ ഉയർത്താനും ചക്ക സഹായിക്കുന്നു.
ചക്കയിൽ അടങ്ങിയിരിക്കുന്ന അയൺ, വിറ്റമിൻ ബി, B3, B6 എന്നിവ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനും വളർച്ച മാറ്റുന്നതിനും നല്ലതാണ്. ക്യാൻസറിനുള്ള കീമോ ചികിത്സയുടെ വേദനാജനകമായ പാർശ്വഫലങ്ങൾക്ക് ചക്കയിലൂടെ മോചനം. നാടൻ ചക്ക കഴിച്ചാൽ കീമോയുടെ പാർശ്വഫലങ്ങൾ ഇല്ലാതാക്കാമെന്ന പഠന പ്രബന്ധത്തിന്റെ അംഗീകാരവും ചക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കീമോതെറാപ്പിക്ക് വിധേയരാകുന്നവരിൽ 43% പേർക്കും കടുത്ത ക്ഷീണം, വയറിളക്കം, ന്യൂമോണിയ, വായിലെ വ്രണം തുടങ്ങിയ പാർശ്വഫലങ്ങൾ വരാറുണ്ട്. പച്ച ചക്ക പൊടിച്ച് ദിവസം 30 ഗ്രാം വീതം പ്രാതലിനും അത്താഴത്തിനും നൽകിയപ്പോൾ ഈ പാർശ്വഫലങ്ങൾ വരുന്നില്ലെന്നാണ് കൊച്ചി റിനൈ മെഡിസിറ്റിയിലെ പഠനത്തിൽ കണ്ടെത്തിയത്. പഴയ തലമുറയിലെ ആളുകൾക്ക് ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങൾ കുറവായിരുന്നു. പ്രകൃതിയിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് തന്നെയാണ് പഴയ തലമുറയുടെ ആരോഗ്യത്തിന്റെ പ്രധാന കാരണം. ഇതൊക്കെയാണെങ്കിലും ചക്കയ്ക്ക് ചില ദോഷങ്ങളുണ്ട്. അവയിൽ ചിലത് ഇവയാണ്. അലർജികൾ. ചില ആളുകൾക്ക് ചക്കയോട് അലർജിയുണ്ട്. പ്രത്യേകിച്ച് ലാറ്റക്സ് അല്ലെങ്കിൽ ബിർച്ച് പൂമ്പൊടിയോട് അലർജി ഉള്ളവർക്ക് ചക്കയിൽ പൊട്ടാസ്യം കൂടുതലാണ്. ഇത് വിട്ടുമാറാത്ത വൃക്കരോഗമോ വൃക്കത്തകരാറോ ഉള്ളവർക്ക് ദോഷകരമാണ്. ശരീരത്തിൽ അമിതമായ പൊട്ടാസ്യം ഹൈപ്പർ കലീമിയയിലേക്ക് നയിച്ചേക്കാം. ഇത് ഹൃദയ പ്രശ്നങ്ങൾ, പേശി ബലഹീനത അല്ലെങ്കിൽ പക്ഷാഘാതം എന്നിവയ്ക്ക് കാരണമാകും. അങ്ങനെയുള്ളവർ ചക്ക കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്.